വെറും 500 രൂപയ്ക്ക് നമുക്ക് ഇത്രയും തോന്നുന്ന സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടോ. സോ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റ് ഫുള്ള് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ബബിള് ഇത്രയും തോന്ന ഐറ്റംസ് നമ്മളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ കുറച്ച് ക്രേസി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ അൺബോക്സ് ചെയ്ത് ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ എല്ലാത്തിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിൽ ഫുള്ള് എന്ന് പറഞ്ഞ കമൻറ്റ് ഞാൻ അതിനനുസരിച്ച് യൂട്യൂബിൽ ഫുൾ വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് എന്ത് ചെയ്യാം അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു സ്മാർട്ട് കപ്പാണ്. ഈ സ്മാർട്ട് കപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതും നോക്കാം. നമുക്ക് കളർ പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റാട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം വെള്ളം പാര അതുപോലെ തന്നെ എടുത്തു വെക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഒരു ടോർച്ചാണ് വന്നിട്ടുള്ളത്. ഞാൻ ആ ടോർച്ചും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ബബിൾ റാപ്പിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു കേബിളോട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു മൾട്ടി പർപ്പസ് ടോർച്ചാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്കിവിടെ ചാർജ് ചെയ്യാനുള്ള പോയിന്റ് സി ടൈപ്പ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പവർ ഇപ്പം 100-ലാണുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. നമുക്ക് കുറയ്ക്കാൻ അതുപോലെ തന്നെ ഈ ഒരു ബ്ലിങ്കിങ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നമുക്ക് ടോർച്ച് വരുന്നുണ്ട്. ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. വെറും പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഓക്കെ, ഇതും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോർട്ടബിൾ സീലിംഗ് മെഷീനാണ്. നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. ചാർജിങ് സ്ലോട്ട് സി ആണ് വരുന്നത്. നമുക്ക് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സീൽ ചെയ്യാനും കട്ട് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് കാണാം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധനം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിലൊരു കട്ടറും വരുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീൽ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത് സ്വിച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് യൂസർ മാനുവലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്. അടുത്ത വെച്ചാൽ നമുക്കൊരു മിനി ലാമ്പാണ്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. നിങ്ങളുടെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാറ്ററി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓഫ് ചെയ്ത് നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ മിനി ലാമ്പ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ലൈറ്റാണ്. അത്യാവശ്യം ബാറ്ററി ഇട്ടതിന് ശേഷം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമുക്ക് വരുന്നതാണ് ഒരു മൊബൈൽ ഹോൾഡറാണ്. അത്യാവശ്യം നല്ല കുറച്ച് വെയിറ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി സാധനമാണെന്ന് വിചാരിക്കാം. യെസ്, ഇതാണ് സാധനം. അടിയിൽ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇവിടെ അടിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലൊരു ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ലൈറ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഐറ്റം കുറച്ച് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ചെറിയൊരു സ്റ്റക്ക് ഉണ്ട് ഈ ഒരു സാധനം ആക്കാനായിട്ട്. ഇപ്പോൾ അങ്ങനെ തന്നെ ആണോ എന്നറിയില്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു ലൈറ്റ് ആട്ടോ.